ഇന്നലെ ഒരാളെന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ കാസ് ഇങ്ങനെ മേടിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കെന്നെ അറിഞ്ഞുകൂടെ. ചില സമയത്ത് ഈ രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് ചില സമയത്ത് ഗൂഗിൾ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ പുതിയ കാസിൻ്റെ അപ്പോൾ ഞാനത് പഠിക്കും ഓരോ കാറിനെക്കുറിച്ച്. അപ്പോൾ പഠിക്കും, പക്ഷേ ഞാൻ ഡ്രീം ചെയ്യുകയും ചെയ്യും കേട്ടോ. ആ കാർ ഇങ്ങനെ മേടിക്കണമെന്ന് അതിൻ്റെ ഫണ്ടിങ്ങൊക്കെ ഞാൻ ഡ്രീം ചെയ്യും. കാരണം ഇത് ഞങ്ങൾക്ക് ഒരു പ്രിൻസിപ്പിളുണ്ട് കമ്പനിക്കകത്ത്. അതായത് ഒരു വണ്ടി ഒരാൾ കമ്പനിയുടെ അക്കൗണ്ടിൽ മേടിക്കാവുള്ളൂ, ബാക്കിയൊക്കെ പേഴ്സണലായിരിക്കണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും വണ്ടി മേടിച്ച് കൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫാറിന് സമയത്ത് പ്രശ്നമില്ലായിരുന്നു. കാരണം ഞാൻ പുള്ളിക്ക് ഒരു വീക്ക്നെസ്, ഈ കാറെന്ന് പറഞ്ഞാൽ എനിക്ക് വീക്ക്നെസ്സാണെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം സമ്മതിക്കുമായിരുന്നു എന്തും മേടിക്കാനായിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് ഒരു വണ്ടിയേ പറ്റത്തുള്ളൂ. പിന്നെ എന്നോട് പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞ് ഇപ്പോൾ 6 ഉണ്ട്. വൺ ഈസ് റോൾസ് റോയ്സ് കളിനാനുണ്ട്, ഇപ്പോൾ വന്ന വെൽഫെയറുണ്ട്, പിന്നെ ഒരു മെക്ലാരനുണ്ട്, ഒരു ജി വാഗനുണ്ട്, പിന്നെ ഒരു ടെസ്ല മേടിച്ചായിരുന്നു എനിക്ക്. ആ വെരി ഗുഡ് കാർ കേട്ടോ. കമ്പയർഡ് ടു BYD and all, it's one of the very good. വീടിന്റെ അണ്ടർഗ്രൗണ്ടിലെ പാർക്ക് ആരും കാണാതിരിക്കുന്നത് ശരിയാണ്. വീട്ടിൽ വന്നാൽ ആരും കാണത്തില്ല. അത് വേറെ ഒരു വണ്ടി കിടക്കണേ കാണുള്ളൂ. അപ്പോൾ കാരണം ഞാൻ കണ്ടമാനം ഗ്യാരേജിൽ കയറ്റില്ല. ഞാനൊരു 10-15 വണ്ടിയാകുമ്പോൾ ഞാൻ തിരിച്ച് കുറേ സെൽ ഓഫ് ചെയ്യും. ഇപ്പം ഈ കക്ഷികളായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. മീൻസ് ഏജിൽ ക്യാച്ച് ചെയ്ത് പറഞ്ഞ പോലെ. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് വി ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. കാരണം ഇതെല്ലാം ഫാസ്റ്റ് കാസാണ്. ഈ റോട്ടിൽ കൂടെ ഒരു രക്ഷയില്ല. മെക്ലാരൻ റോട്ടിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ ക്യാമറയാണ്. പക്ഷേ പിള്ളേർ യങ്സ്റ്റേഴ്സ് ഈ ബൈക്കിൽ വന്നിട്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഓടിക്കാനും പറ്റത്തില്ല. എങ്ങാനും പോയി തട്ടിയാൽ അതിനേക്കാളും വലിയ പ്രശ്നം. ഞാൻ ഫെറാറി മേടിച്ചിട്ട് എനിക്ക് നിലം തൊടാൻ സമയം കിട്ടില്ല. വണ്ടി റോട്ടിൽ ഇറക്കാനേ പറ്റില്ല. ഇപ്പം മെക്ലാറിന് ഇത് തന്നെയാണ്. അത് ഒരു സ്പെഷ്യൽ ഓറഞ്ച് കളറാണ്. ഇത് ഓൺലി വൺ എഡിഷൻ ഇൻ ഇന്ത്യ. അപ്പം അത് റോട്ടിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും വണ്ടി ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ടൗണിലുള്ളമാരും കൂടെ പിള്ളേരെല്ലാം കൂടി അതിൻ്റെ പുറകെ കൂടും. ഞാൻ സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് ആർട്സ് കോളേജിന് സെക്രട്ടറിയും കൂടിയാണ്. കോളേജിലെങ്ങനെ അതങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനത് ആ വണ്ടി പിന്നെ എനിക്ക് കാണേണ്ട കാര്യമില്ല. കാരണം ചുറ്റും പിള്ളേരൊക്കെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ഇപ്പോഴത്തെ ഈ പിള്ളേർക്കൊക്കെ കാറിനോട് പണ്ടത്തെ പോലെയൊക്കെ പണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന മാരുതി അല്ലെങ്കിൽ ഒരു ഇന്നോവ അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് കാശല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനത്തെ ഹൈ എൻഡ് കാസ് വളരെ റെയറായിട്ടല്ലേ കാണുന്നുള്ളൂ. അപ്പം നാച്ചുറലി ഇപ്പോൾ ഞാനാണെങ്കിലും പണ്ട് ഈ ഹൈ എൻഡ് കാസ് കാണുമ്പോൾ നമുക്കൊരു പുറത്തൊക്കെ പോകാൻ നേരത്തെ മെർസിഡീസൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വടിക്കോൾ യു ആർ സോ ഫാസിനേറ്റഡ് ടു സീ മെർസിഡീസും BMW ഒക്കെ. ഇപ്പോൾ ഇവിടെ മെർസിഡീസും BMW ചവറ് കണക്കിന് ഇറങ്ങുന്നതുകൊണ്ട് നോട്ട് ബോതർഡ് അബൌട്ട് ദാറ്റ് മച്ച് അബൌട്ട് കാസ്. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഇനി വാട്ട് ഇസ് ദ നെക്സ്റ്റ്, എനിക്ക് ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻ്റ്ലി ദാൻ വാട്ട് വി ആർ ഡൂയിങ് റൈറ്റ് നൗ. പഠിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാൻ പിള്ളേരുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെ ചെയ്യാം അല്ലേ, ഇങ്ങനെ ബോർഡിലിരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാമായിരുന്നു. ഐ ടോക്ക് ലൈക്ക് ദിസ്. ഞാൻ എൻ്റെ എംപ്ലോയീസിനും ഒരിക്കലും എൻ്റെ എംപ്ലോയീസായിട്ട് കാണാറില്ല. ഒരിക്കലും എപ്പോഴും ഒന്നുമില്ല എൻ്റെ ഫ്രണ്ട്സായിട്ട് കാണും, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്ലോസ് നീറ്റഡ് ഫ്രണ്ട്സായിട്ട് ഞാൻ പലപ്പോഴും സംസാരിക്കാറുള്ളൂ. ഐ ഡോണ്ട് കൺസിഡർ ദം ആസ് മൈ എംപ്ലോയീസ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ, അപ്പം അങ്ങനെ ചെയ്താൽ വാട്ട്സ് ഡിഫറൻസ്, അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എന്തായിരിക്കും, സ്പെസിഫിക്കേഷൻ എന്തായിരിക്കും. അപ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ അങ്ങനെ ഡിസ്കഷൻ ആൾക്കാർ വരില്ല. കാരണം ദേ ആർ സ്കെയർഡ് അബൌട്ട് മീ. കാരണം ഇനി അടുത്ത ചോദ്യം എന്താ വരാൻ പോകണമെന്ന്. കാരണം അവർ നോക്കാൻ നേരത്തെ തന്നെ ഈ എക്സ്പീരിയൻസാണ്. പക്ഷേ ഞാൻ ആ എക്സ്പീരിയൻസ് അല്ല ഞാൻ നോക്കുന്നത്. ഞാൻ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കുന്നത്. കാരണം ഈ ന്യൂ ജെന്നിന് കുറച്ചുകൂടെ ഈ ഗൂഗിൾ ചെയ്തും ChatGPT ഒക്കെ പോയി കുറച്ചുകൂടെ സമയം ആവാൻ അതിൻ്റെ അകത്താണല്ലോ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. മോർ ദാൻ സ്പെൻഡിങ് ഇൻ റിയലി ലേണിംഗ്. ഈ റിയലി ലേണിംഗ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ യു ഷുഡ് പുട്ട് യുവർ ഹാൻഡ്സ് ഇൻ ടു ഇറ്റ്. അതല്ല റിയലി ലേണിംഗ് വരുള്ളൂ. അല്ലാതെ പുറത്തിരുന്ന് നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. പുറത്തിരുന്ന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ ലേണിങ്ങും കൂടെ ചെയ്യാൻ, അതായത് കൈ കൊണ്ട് ചെയ്താലേ ലേണിംഗ് ആവുള്ളൂ, അല്ലെങ്കിൽ തല കൊണ്ട് ചിന്തിച്ചാലേ ലേണിംഗ് ആവുള്ളൂ. അപ്പോൾ ആ ക്രിയേറ്റീവ് മൈൻഡില്ല ഇപ്പോഴത്തെ ജനറേഷന്. പിന്നെ പേഷ്യൻസ് ഇല്ല. നമ്മളപ്പോൾ ഇരുന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോഴേ
സാറേ അത് നാളെ പറയാമെന്ന് പറയും. പിന്നെ ഞാൻ ആ പൊടിയിട്ട് ആ വശത്തേക്ക് കാണില്ല. പിന്നെ ഞാൻ അവൻ്റെ കുറവ് വേണം. ഞാൻ അവൻ പോകുമ്പോഴത്തേക്ക് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ച് വേണം ഇവനെ നാളെ പിടിക്കണമെന്ന്. ഇപ്പോൾ വീഗൻ ആദ്യം ഭയങ്കര വീഗൻ ഒരു കാലഘട്ടത്തിൽ വീഗൻ്റെ ഒരു ടൈമായിരുന്നു. ഇപ്പോൾ ആർക്കും വേണ്ട വീഗൻ നോബഡി. കാരണം ബിക്കോസ് എല്ലാവരും ഡയറക്റ്റ് പ്രോട്ടീനാണ് കഴിക്കുന്നത്. ഇപ്പം എല്ലാം പ്രോട്ടീൻലെസ് ആണല്ലോ. ഇപ്പം പ്രോട്ടീനാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത്. സപ്ലിമെൻറ്റ് ആദ്യം അങ്ങോട്ട് വരാം. സോ അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ സപ്ലിമെൻറ്റ്സിലേക്ക് കയറിയിട്ടുണ്ട്. സപ്ലിമെൻറ്റ് ഇസ് ഗ്രോയിങ് ബ്യൂട്ടിഫുള്ളി. നോ നാറ്റെക്സ്ട്രാ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നാറ്റെക്സ്ട്രാ ഇത് സിന്തായിട്ട് സിന്തായിട്ടിലൊരു ഡിവിഷൻ. ഈ സപ്ലിമെൻറ്റ്സിൻ്റെ സെക്ടർ I can tell you, ഇന്ന് US-ൻ്റെ മാർക്കറ്റ് ഇസ് അബൌട്ട് $190 billion. സപ്ലിമെൻറ്റ്സ് മാത്രം, വേറെ എക്സ്ട്രാക്ഷൻ ഒന്നും ഞാൻ പറയണം. സപ്ലിമെൻറ്റ്സ് കൺസ്യൂമർ മാർക്കറ്റിൽ $190 billion. ഇന്ത്യയിൽ ഈ കോവിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഇന്ത്യയിൽ അവയർനെസ് കൂടിയത്. സപ്ലിമെൻറ്റ്സ് ആൾക്കാർ ഉപയോഗിച്ചിട്ട് കുർക്കുമിൻ ടാബ്ലറ്റ്സ്. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റും ഇപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് കോവിഡ് കഴിഞ്ഞൊരു 1.5 വർഷം കഴിയുമ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ 94 തുടങ്ങിയതാണ്. പിന്നെ ക്ലോസ് ഡൗൺ. കാര്യം അവയർനെസ് ഇല്ല. നമ്മൾ ബോട്ടിൽ ചെയ്തു, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു വിൽക്കുന്നത്. പക്ഷേ ഒരു ബോട്ടിൽ ഭയങ്കര പാടായിരുന്നു. കാരണം ഡോക്ടേഴ്സിനെ കൊണ്ട് പ്രിസ്ക്രൈബിക്കാൻ പറ്റത്തില്ല. കാരണം ബിക്കോസ് അവർക്ക് വേണ്ടത് ചെന്നില്ലെങ്കിൽ ദേ വിൽ നോട്ട് പ്രിസ്ക്രൈബ്. അവർക്ക് മറ്റ് ഫാർമ കമ്പനി പോലെ നമുക്ക് അത്രയും പ്രോഫിറ്റ് ഇല്ല അതിനകത്ത്. മറ്റ് ഫാർമ കമ്പനീസിന് ഹൈ പ്രോഫിറ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് കാലിപ്പോൾ 3 പ്രൈസിങ്ങിലുള്ള കാലിപ്പോൾ കിട്ടും നമുക്ക് വേണമെങ്കിൽ. പക്ഷേ അതിൻ്റെ നമ്മൾ ആസ് എ ലേമാൻ വി ഡോണ്ട് നോ വാട്ട്സ് എ കോൺസെൻട്രേഷൻ ഇൻ ദറ്റ് കാലിപ്പോൾ. അപ്പോൾ 50 കിട്ടും, 1.5 രൂപയുടെ കിട്ടും, 3 രൂപയുടെ കിട്ടും. സോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ പെർസെൻറ്റേജ്, അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എത്രയാണ് അതിൻ്റെ അകത്തുള്ളതെന്നൊന്നും. ബട്ട് ദേ മേക്ക് മണി. അതാണ് ഇപ്പോൾ മുട്ടിനും നോക്കി മെഡിക്കൽ ഷോപ്സിന് കണ്ടിട്ടില്ലേ, എന്തോരം മെഡിക്കൽ ഷോപ്പാണെന്ന് നോക്കിയേ. കാരണം ബിക്കോസ് ഇറ്റ്സ് എ പ്രോഫിറ്റബിൾ ബിസിനസ് ടുഡേ, highly profitable business. So you are getting into big way in supplements. In big way into supplements. അതെവിടെയാണ് നമ്മുടെ കോളേജിൽ തന്നെ. കാരണം ഫോർമുലേഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഡയബറ്റിക്കിന് ഒരു ജിംനിമാക് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ഹോട്ട് സെല്ലിങ്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ വഴക്കുണ്ടാക്കിയിട്ടിരിക്കുക. പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി പോരാന്ന് പറഞ്ഞിട്ട് സെയിൽസ് ടീം ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൊഡക്ഷനായിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് അതുപോലെ സെയിലാണ് ഈ ഡയബറ്റിക്കിൻ്റെ ഇത്. പിന്നെ അശ്വഗന്ധ, പിന്നെ കുർക്കുമിൻ, എല്ലാം ഇങ്ങനെ നാച്ചുറൽ സപ്ലിമെൻറ്റ്സിനോട് ആൾക്കാർക്ക് ഇപ്പോൾ ക്രേവിങ് ആയി. കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ ഡെയിലി ഒരു 8 സപ്ലിമെൻറ്റ്സ് കഴിക്കും. ലൈക്ക് മാഗ്നീഷ്യം, സിങ്ക്, കുർക്കുമിൻ, നമ്മുടെ തന്നെ പ്രൊഡക്റ്റുകൾ തന്നെ കഴിക്കും. ബിക്കോസ് ഇറ്റ്സ് എ ലോഡിങ് ഫോർ യു. കാരണം ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവൻ നമ്മളെ ലോഡ് ചെയ്ത് നിർത്തിക്കോളൂ. കാരണം എല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ ക്യാരി ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഐ എം ഓൾവേസ് എനർജറ്റിക്. ഞാൻ പറയില്ലേ, ഒരു 24/7 ഞാൻ 3 hours ഉറങ്ങുള്ളൂ. ബാക്കി ഐ എം ലൈവ് എപ്പോൾ നോക്കിയാലും. കാരണം ഒന്നുമില്ല US ഓഫീസായിട്ടായിരിക്കും ലൈവ്, അല്ലെങ്കിൽ ബ്രസീലായിട്ടായിരിക്കും ലൈവ്. നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളൊരു, കാരണം നമ്മൾ കിടന്ന് ഉറങ്ങാൻ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഉറങ്ങാനായിട്ട്. സപ്ലിമെന്റ്സ് എങ്ങനെയാണ് നമ്മളുടെ പ്ലാൻ? വാട്ട് ഇസ് ദ സ്ട്രാറ്റജി? സപ്ലിമെന്റ്സ് നമ്മളിനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറി. ഇപ്പം വി ഓൾറെഡി ടെസ്റ്റ് അബൌട്ട് 15 crores. ഇപ്പോൾ ഒരു കമ്പനി ചോദിച്ചിട്ട് സെല്ലിങ് ഇറ്റ് ഓഫ് ഫോർ 100 crores. നോ. അത് ഡിവിഷൻ. കാരണം ബിക്കോസ് അവനറിയാം ഇറ്റ്സ് എ ഗ്രോയിങ്, വെൽ സ്റ്റഡീഡാണ്. ഇറ്റ്സ് എ ഗ്രോയിങ് ഫാക്ടറാണ്. കാരണം ഇപ്പോൾ സാധാരണ ഡോക്ടേഴ്സൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ റീസൺ ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ദേ ഡോണ്ട് നോ, അറിയാൻ പറഞ്ഞിട്ടല്ല, സപ്ലിമെൻറ്റ്സ് നല്ലതെന്ന് അറിയാൻ പറഞ്ഞിട്ടല്ല, ബട്ട് ദേ ഡോണ്ട് വോണ്ട് ടു ഡു ഇറ്റ്. ഇപ്പം ഞാൻ ഇൻവോൾവ് ആയ ഡയറക്ടറായ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ പോലും ഒറ്റ ഡോക്ടർ, നമ്മൾ ആ ഡോക്ടർമാരുടെയൊക്കെ പുറകെ നടക്കണം ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ. ബിക്കോസ് മറ്റൊരു കൊടുക്കുന്ന ഇൻസെൻറ്റീവ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. മെർസിഡീസ് ബെൻസോ അങ്ങനെയൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ലാഭമല്ല അതിനകത്ത് അങ്ങനെ കൊടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് 25 പ്രോഡക്റ്റ് ഉണ്ട് മാർക്കറ്റിൽ. ഏത് ബ്രാൻഡിലാണ്? നാറ്റെക്സ്ട്രാ, NATXTRA.
ഇറ്റ്സ് പ്യൂരിഫുൾ നാച്ചുറൽ എക്സ്ട്രാക്ട് എന്നാണ് എൻ്റെ. But it has to be prescribed by the doctor. No. Over the phone you can say. OTC. I like Vidi Sadish because sorry, he studied with me. I know him very well because he was junior to me also. Such a gem of a character. കാരണം റീഡിങ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും റീഡിങ് ഹാബിറ്റുള്ള ഒരു മനുഷ്യനെ ഞാൻ പുള്ളിനെ ശശിധരനെ ഈ രണ്ടുപേരും എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കോളേജിൽ എസ് വെച്ച് ഇവർ 1 year junior to me. അന്ന് ഐ വാസ് ഓൺലി പേഴ്സൺ ഹു വാസ് ഹാവിങ് ദ കാർ ടു ഗോ ടു ദ കോളേജ്. അപ്പോൾ ഇവർക്കെല്ലാവരും എൻ്റെ കാറാണ്. സതീഷിനോട് പ്രസംഗിക്കുമ്പോഴും പറയും, ഞാൻ സ്റ്റേജിലുണ്ടെങ്കിൽ പറയും ബിജുവിൻ്റെ കാറാണ് ഞങ്ങൾ കൂടുതൽ പാർട്ടി പ്രവർത്തനത്തിൽ ഉപയോഗിച്ചതെന്ന്. കാരണം വെച്ചാൽ അതുപോലെ അടുപ്പായിരുന്നു ഞങ്ങൾ തമ്മിൽ. വെച്ചാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സെക്രട്ടറിയെ കാണാൻ ചെന്ന സമയത്താണെങ്കിൽ ദർബാർ ഹോളിലവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ ബാക്കിലവിടെ പോയിരുന്നു. ഞാൻ ചെന്നതിന് 5 minute ആയപ്പോഴത്തേക്കും മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ സൈഡിലേക്ക് ഉണ്ട്. എൻ്റെ അയ്യോ വരാൻ പറഞ്ഞ ഇവിടെ വണ്ണി കയറ്റി എന്നെ സെക്രട്ടറിയെ കൊണ്ട് എല്ലാവരും ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവരും വെച്ച് ഫോട്ടോ എടുത്തു. ഹി അക്നോളജസ് പീപ്പിൾ. He doesn't forget people, just like that. That's a good thing of a person. കാരണം സാറിന് ഒരു ലെവലിൽ എത്തിക്കുമ്പോൾ വേറെ ലെവലിലേക്ക് ആയി കഴിയുമ്പോഴത്തേക്കും they will forget people. ഇത് ഞാൻ വേറെ ഒരു ആളായിട്ട് മാറും. പക്ഷേ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. പെപ്പർ ഇസ് വെരി എക്സ്പെൻസീവ് ഇൻ ഇന്ത്യ. അപ്പം നമ്മുടെ മുഴുവൻ ഇമ്പോർട്ടാണ്. ഇപ്പം പെപ്പർ ഇമ്പോർട്ടാണ്, ജിഞ്ചർ ഇമ്പോർട്ടാണ്, ടേമറിക് ഇമ്പോർട്ടാണ്, നട്ട്മഗ് ഇമ്പോർട്ടാണ്. കാടമ ഇവിടെ ഉണ്ട്. കാടമോ ഉണ്ട് ഇവിടെ, കുറച്ച് നട്ട്മഗും ഉണ്ട്. പിന്നെ ഐ ഡോണ്ട് നോ ദർ ഇസ് കൃഷി എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് ചില്ലി ഇവിടെ ഇല്ല. അത് പോയി. അതിപ്പോൾ കംപ്ലീറ്റ് ചൈനയിലേക്ക് പോയില്ലേ. കംപ്ലീറ്റ് 99% ചൈനയിലേക്ക് പോയി. ആർക്കും വേണ്ട. നമ്മളായിരുന്നു മാർക്കറ്റിൽ ഈ ഓയിൽ ഒലിയോറസിനിൽ വേൾഡിലെ തന്നെ ലീഡേഴ്സ്. ഇപ്പം എല്ലാവരും സോഴ്സിലേക്ക് പോകാന്ന് പറയുന്നത് പാപ്രിക്ക ചൈനയിലേക്ക്, വിയറ്റ്നാമിലേക്ക് പെപ്പർ. ഇപ്പം നമ്മൾ മാറുന്നുണ്ട്. സിന്തറ്റിക്കിൻ്റെ ഫാക്ടറീസ് ഇന്റർനാഷണൽ. നമ്മൾ ഇപ്പോൾ വിയറ്റ്നാമിൽ വി ഗോട്ട് ഓപ്പറേഷൻസ്, ബൈയിങ് ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. ശ്രീലങ്കയിൽ ഇല്ലില്ല. ശ്രീലങ്കയിൽ അതുപോലെ തന്നെ ബൈയിങ് ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. കുറേ വൈബിലിറ്റി സ്റ്റഡി നടത്തണം അതിൻ്റെ അകത്ത്. അല്ലെങ്കിൽ വെച്ചാൽ നമ്മൾ എല്ലാ രാജ്യത്തിലും പോയി, ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രസീലിൽ പോയി നമ്മളിപ്പോൾ ഒരു ഫെസിലിറ്റർ ഉണ്ട്. ബൈ ഗോഡ്സ് ഗ്രേസ് ഇറ്റ്സ് എ വെരി സക്സസ്ഫുൾ സ്റ്റോറി ഉണ്ട്. ഞാൻ അടുത്ത ആഴ്ച പോകുന്നുണ്ട് അങ്ങോട്ട്. കാരണം അത് നമ്മൾ തന്നെ സ്ഥലം മേടിച്ചു, നമ്മൾ തന്നെ ഫാക്ടറി ഇട്ടു, അവിടെ ബ്ലെൻഡിങ് ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തു. ഒളിയോറിസിൻ ബ്ലെൻസ്, അതായത് പല കോമ്പിനേഷൻസ് ഉള്ള ഒളിയോറിസിൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ബ്ലെൻസ് ഉണ്ടാക്കിയിട്ട് അവിടെ നല്ലൊരു പോർച്ചുഗീസ് പയ്യനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു പയ്യൻ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു സെറ്റപ്പ് നമുക്ക് ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രസീലിൽ തന്നെ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം സൗത്ത് അമേരിക്ക ഈസ് ഗ്രോയിങ് ബിഗ് ആക്ച്വലി. In terms of sourcing the raw materials. അല്ല, ബൈയിങ് നോർത്തിനേക്കാളും കൂടുതൽ ഇപ്പം സൗത്തിലേക്ക്. കാരണം ഈ ടാരിഫൊക്കെ കാണുമ്പോൾ ഒക്കെ ബ്രസീലിലൊന്നും ആ ടാരിഫ്, ആ ഏരിയയിലേക്കൊന്നും ആ ടാരിഫ് ഇല്ലല്ലോ. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് ഫാക്ടറീസൊക്കെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബിക്കോസ് ആൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈ കാര്യം എൻ്റെ ബിസിനസ്സിൽ എൻ്റെ US ആയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും കോൺട്രാക്റ്റിനകത്ത് ഈ ഡ്യൂട്ടി ടാരിഫ്, ഇപ്പോൾ ഇന്നത്തെ ടാരിഫാണോ നാളത്തെ ടാരിഫാണോ നമുക്ക് കൺട്രോളില്ല. വി ആർ ഗോയിങ് ഔട്ട് ഓഫ് കൺട്രോൾ. കാരണം കോസ്റ്റ് പ്ലസ് ടാരിഫ് ദേ ആർ റെഡി ടു ടേക്ക് വിത്ത് ടാരിഫ്. കാരണം അവർക്ക് അവരുടെ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഫാക്ടറി എല്ലാവരുടെയും ഫാക്ടറി അടച്ചു പോകും. കാരണം ഓൾ മൾട്ടിനാഷണൽസ്. അപ്പോൾ മൾട്ടിനാഷണൽ സപ്ലയർ ആകുമ്പോൾ അവരും കെയർഫുൾ ആയിരിക്കും. കാരണം കറക്റ്റായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കണം, കറക്റ്റ് ക്വാണ്ടിറ്റി കൊടുക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ബേസിക്കായിട്ട് ഒളിയോറിസിനെ എന്ത് എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും സിന്തൈറ്റിൻ്റെ ഇപ്പോൾ സിന്തൈറ്റായിട്ട് നിൽക്കുന്നതും ഈ പൊസിഷനിൽ അതായത് വേൾഡിലെ 40% റിക്വയർമെൻറ്റ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൻ്റെ റീസൺ ഇസ് ബിക്കോസ് വി ഡോണ്ട് കോംപ്രമൈസ് ഓൺ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഗതി വി കനോട്ട് റീച്ച് ദെയർ. You have 40% of the world's market share. We got a 40%. പിന്നെ who are the other players? അത് ഇവിടുന്ന് തന്നെയാന്ന് പറയുന്നത്. കേരളത്തിലേ ഉള്ളൂ, വേറെ ഒരിടത്തും ഇല്ല ഈ ഇൻഡസ്ട്രി. സെക്കൻഡും തേർഡും അല്ല, സെക്കൻഡും തേർഡും ഒക്കെ കേരളത്തിലാണ്. ഇതിപ്പോൾ അത് സിന്തൈറ്റിനെ ഫോക്കസ് ചെയ്താണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം 5 കമ്പനി ഇപ്പോൾ പുതിയ പിള്ളേർ യങ്സ്റ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അത് 5ഉം കോറി നടത്തുന്ന ആൾക്കാരുടെ മുതലാളിമാരുടെ പിള്ളേരാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. 5ഉം പൂട്ടിയിരിക്കുക. പൊളി എന്നുള്ള കാര്യം ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു. കാരണം വെച്ചാൽ ബിക്കോസ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഫോക്കസ് ഇല്ല. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഞങ്ങളെപ്പോലെ ഞങ്ങളൊക്കെ അന്ന് ഫാദറിൻ്റെ കീഴിൽ വന്നുകൊണ്ട് ഇത്രയും ഫോക്കസിൽ നമ്മൾ നിൽക്കുന്നു ഇപ്പോഴും.
അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ കുറച്ച് കഴിയുമ്പോൾ നമ്മളും എടുത്തിട്ടുണ്ട് പോയാനെ ബിക്കോസ് ഇതൊരു നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഈ ഇൻഡസ്ട്രി. കാരണം ഇപ്പം നമുക്കൊരു 100 കോടി രൂപ ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തുവെങ്കിൽ നമുക്കൊരു 600 കോടി 700 കോടി രൂപയെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ വേണം. എന്നാലേ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. പുറത്തുനിന്നാണ് വളരെ എളുപ്പമാണ്. ഇൻഡസ്ട്രി ഗ്രോ ചെയ്യണം, സ്വന്തമായിട്ട് 40% റിക്വയർമെൻറ്റ് വേണം. ഇൻവെൻട്രി ലെവൽസ് കൂടിയില്ലെങ്കിൽ ഇൻഡസ്ട്രി പൊളിഞ്ഞ് കയ്യിലിരിക്കും. പിന്നെ നമ്മൾ ചൈനയിൽ പോയി ഫാക്ടറി ഇട്ടു. അത് അബദ്ധത്തിൽ ആദ്യം പോയിട്ട് അത് സിൻജിയാങ് എന്ന് പറഞ്ഞ പ്രോവിൻസിലാണ്. അത് അവിടെ ഇന്ത്യൻസിനവിടെ കയറ്റാതായി അവസാനം. കാരണം ബിക്കോസ് ഓഫ് ദി ചൈൽഡ് ലേബർ, പിന്നെ ടെററിസ്റ്റ്, ടിബറ്റ് ബോർഡർ ലൈനിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫാക്ടറി ഇട്ട് 2 years വർക്ക് ചെയ്തു. 3rd year അവർ പറഞ്ഞു ഷട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞു. ഷട്ട് ഡൗൺ അവിടെ ഇപ്പോഴും കിടപ്പുണ്ടത്. പക്ഷേ ഞങ്ങളിപ്പോൾ വേറെ ഒരു ഫാക്ടറി ബീജിങ്ങിൻ്റെ അടുത്ത് ഒരു 1.5 hours അവിടെ ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മളെക്കാളും കോമ്പറ്റീറ്റീവായിട്ട് ചൈനീസ് ഉണ്ടാക്കും. ദേ ആർ ദി പാപ്രിക്കയിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ദേ ആർ ദി ബിഗസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഫോർ പാപ്രിക്ക ഒലിയോറിസം എക്സ്ട്രാക്ട്. ദേ ആർ ദ ബിഗസ്റ്റ് പ്രൊഡ്യൂസർ ഫോർ ക്യാപ്സൈസിൻ ഹോട്ട് ചില്ലി. ദേ ആർ ദ ബിഗസ്റ്റ് ഇൻ ദ വേൾഡ്. പക്ഷെ നമുക്ക് അവിടെ ഫാക്ടറി ഉള്ളതുകൊണ്ട് വി ആർ വൺ ഓഫ് ദി കോൺട്രിബ്യൂട്ടേഴ്സ് ഫ്രം ചൈന. ഇത് ബേസിക്കായിട്ട് നമ്മുടെ അടുത്ത് മേടിക്കുന്നതൊക്കെ ഈ മൾട്ടിനാഷണൽ ഫ്ലേവർ കമ്പനീസാണ്. അവർ മേടിച്ചിട്ട് അവർ ബ്ലെൻഡ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് സീസണിങ്സ്. അതിൻ്റെ അകത്ത് ഒളിയർസർ ഉണ്ടാവും, പൗഡേഴ്സ് ഉണ്ടാവും, റിയാക്ഷൻ ഫ്ലേവേഴ്സ് ഉണ്ടാവും, മാൾട്ടോഡിക്സർ ഉണ്ടാവും. അങ്ങനെ 5 സാധനങ്ങൾ കൂടുമ്പോഴാണ് ഈ സീസണിങ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത്. ഈ നമ്മൾ മസാല ഉണ്ടാക്കില്ലേ, മസാല ഉണ്ടാക്കുന്നതിന് വേറൊരു ഫോർമുലേഷനാണ്. ഈ സീസണിങ്സ് ഉണ്ടാക്കിയാലാണ് ഈ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ, മക്ഡൊണാൾഡ്സ്, അങ്ങനെയുള്ള ബർഗർ കിങ് അങ്ങനെയുള്ളവരൊക്കെ മേടിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് മേടിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് മസാലാസ്. കാരണം അത് ജിവിഡാൻ അങ്ങനെ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ലൈക്ക് ജിവിഡാൻ, സിംറൈസ്, അങ്ങനെ ഫെർമനിക്, അങ്ങനെ വലിയ DSM, അങ്ങനെ വലിയ മൾട്ടിനാഷണൽ കമ്പനീസാണ് നമ്മുടെ അടുത്ത് മേടിക്കുന്നത്. അവർക്ക് ഈ സീസണിങ് കമ്പനീസ് ദേ മേക്ക് ഫ്ലേവേഴ്സ് ഫോർ ഓൾ ദിസ് സീസണിങ്സ് ഫോർ ഓൾ ദിസ് ബിഗ് കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ പോലെയുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഇവരാണ് ബാക്ക് എൻഡ് സപ്ലയേഴ്സ്. നമ്മളല്ല. വി ആർ ഓൺലി നമ്മളോട് ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വി ആർ ഓൺലി റോ മെറ്റീരിയൽ ഇൻഗ്രീഡിയൻറ്റ് സപ്ലയർ ഫോർ ദി KFC. സിന്തറ്റ് എന്ന് പറഞ്ഞ പേര് തന്നെ കൺഫ്യൂഷൻ ആൾക്കാരിടയ്ക്ക്. സിന്തറ്റിക് എന്ന് പറഞ്ഞ് ഇപ്പോൾ പല പത്രക്കാരും ഞാൻ പറയുമ്പോൾ സിന്തറ്റിക് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ദൈവത്തെ പറയല്ല, സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്ന് ഞാൻ വ്യക്തമായിട്ട് അവരോട് പറയും. കാരണം ആ പ്രൊണൗൺസിയേഷനിൽ തന്നെ അതിൻ്റെ അകത്ത് ഒത്തിരി ആദ്യം ശരിക്കും പറഞ്ഞാൽ സിന്തറ്റിൻ്റെ പേരെന്ന് വെച്ചാൽ സിന്തൈറ്റ് ഇൻഡസ്ട്രി കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു. കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു. കാരണം ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് മെൻറ്റ് ഫോർ എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ സ്പൈസസ്, ഇറ്റ് വാസ് മെൻറ്റ് ഫോർ സംതിങ് എൽസ്. അപ്പം ഈ കെമിക്കൽസ് റീബ്രാൻഡ് ചെയ്യാൻ തന്നെ ഒരു ജേർണി ആയിരുന്നു ഞങ്ങൾക്ക്, ഈ കെമിക്കൽസിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട്. സിന്തറ്റിക് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കാരണം കസ്റ്റമർ ലെവലിൽ പിന്നെ എല്ലാ ബില്ലിങ് ഇൻവോയ്സിങ് ഒക്കെ പോകുന്ന ഇത് എളുപ്പമല്ല.